പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർക്ക് അത്യപൂർവമായ ഭാഗ്യവും ഐശ്വര്യവും ഇവരെ കാത്തിരിക്കുന്നു. ഇവർക്ക് ഈ പുതുവർഷത്തിൽ സർവ്വസൗഭാഗ്യങ്ങളും ഐശ്വര്യവും ഉണ്ടാകും. അശ്വതി നക്ഷത്രമാണ് ആദ്യത്തേത്. അശ്വതി നക്ഷത്രത്തിന് ഈ പുതുവർഷത്തിൽ മികച്ച ഭാഗ്യവും നേട്ടങ്ങളും കാത്തിരിക്കുന്നു. ജീവിതത്തിലുണ്ടായിരുന്ന ദുഃഖദുരിതങ്ങളെല്ലാം മാറി ഐശ്വര്യത്തിലേക്കും സമ്പൽ സമൃദ്ധിയിലേക്കും എത്തിച്ചേരാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു. ഇവർക്ക് പുതിയ വീട് വാങ്ങാനും ഗൃഹനിർമ്മാണം തുടങ്ങിയവയ്ക്കൊക്കെ അനുകൂല സമയമാണ്. ദാമ്പത്തിക ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകുന്നു. അശ്വതി നക്ഷത്രം 2026 ജൂൺ മാസത്തോടെ മികച്ച ഭാഗ്യാനുഭവങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. അടുത്ത നക്ഷത്രം മകമാണ്. 2026 മകം നക്ഷത്രക്കാർക്ക് പോസിറ്റീവായിട്ടുള്ള പല മാറ്റങ്ങളും ഇവരെ കാത്തിരിക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി ഇവരെ അലട്ടിക്കൊണ്ടിരുന്ന എല്ലാ പ്രതിസന്ധികൾക്കും മോചനം ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ജോലിയിൽ പുതിയ അവസരങ്ങൾ തേടിയെത്തും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റമുണ്ടാകുന്നു. വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ സാമ്പത്തികമായി മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു. കടബാധ്യതകൾ തീർക്കാനും പുതിയ ചിട്ടി നിക്ഷേപം തുടങ്ങാനും ഇവർക്ക് സാധിക്കുന്നു. പുതിയ വീട്, വസ്തു മുതലായവ ഇവർക്ക് വാങ്ങാൻ യോഗമുണ്ട്. കൂടാതെ വിവാഹം നടക്കാത്തവർക്ക് വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നു. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്നു. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. അടുത്ത നക്ഷത്രം മൂലമാണ്. വ്യാഴത്തിൻ്റെയും ശനിയുടെയും മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നു. വർഷത്തിൻ്റെ പകുതിയോടുകൂടി പുതിയ തൊഴിലോ സ്ഥാനക്കയറ്റമോ ലഭിക്കുന്നു. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ലാഭമുണ്ടാകുന്നു. വളരെ കാലമായി ബന്ധുമിത്രാദികളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടുന്നു. കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകുന്നു. മൂലം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി മികച്ച നിലവാരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. പുതിയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭമുണ്ടാകുന്നു. ബിസിനസ് ചെയ്യുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു. തൊഴിൽ രഹിതർക്ക് സ്വദേശത്തോ വിദേശത്തോ നല്ല ജോലി ലഭിക്കാൻ അനുയോജ്യമായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുന്നു. വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി ഉള്ളത് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കുന്നു. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. മുടങ്ങിക്കിടന്ന പല സാമ്പത്തിക ഇടപാടുകളും പൂർത്തിയാക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിൽ മികച്ച അവസരം ലഭിക്കും. മത്സര പരീക്ഷകളിൽ മികച്ച വിജയമുണ്ടാകുന്നു. സാമ്പത്തിക ഭദ്രത, കാര്യവിജയം, പ്രശസ്തി തുടങ്ങിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് മികച്ച ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. പ്രമോഷൻ ലഭിക്കുന്നു. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ഭൂമി, വാഹനം മുതലായവ വാങ്ങാൻ യോഗമുണ്ട്. സാമ്പത്തികപരമായി മികച്ച നേട്ടം കൈവരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. മത്സര പരീക്ഷകളിൽ വിജയം, ഉപരിപഠനത്തിൽ മികച്ച സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിനും സാധ്യത, സന്താന ഭാഗ്യം, വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾക്ക് അനുകൂല സമയമാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. വ്യാഴത്തിൻ്റെയും ശനിയുടെയും അനുകൂല സ്ഥാനങ്ങൾ ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. എന്ത് ഏറ്റെടുത്താലും അത് മികച്ച രീതിയിൽ പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ബിസിനസ് മേഖലയിലുള്ളവർക്ക് മികച്ച ലാഭമുണ്ടാകുന്നു. സാമ്പത്തികപരമായി ഉയർച്ചയിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന സമയമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നു. വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ അനുകൂലമായ സമയമാണ്. അതുപോലെ തന്നെ എല്ലാത്തിനും ഈ പുതുവർഷത്തിൽ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന സമയം കൂടിയാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക്. അടുത്ത നക്ഷത്രം മകയിരമാണ്. ഈ 2026 പുതുവർഷത്തിൽ മകയിരം നക്ഷത്രക്കാർക്ക് പൊതുവെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നു. വിദേശ ജോലിക്ക് അനുകൂല സമയമാണ്. നിക്ഷേപം, ചിട്ടി തുടങ്ങിയവയിൽ നിന്ന് ഇവർക്ക് ലാഭമുണ്ടാകുന്നു. ജൂൺ മാസത്തിന് ശേഷം സാമ്പത്തിക സ്ഥിതി കൂടുതൽ ഭദ്രമാകും. വിവാഹം നടക്കാത്തവർക്ക് അനുകൂലമായ സമയമാണ്. പുതിയ വീട് വാങ്ങാനോ ഗൃഹനിർമ്മാണത്തിനും പറ്റിയ സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ഈ പുതുവർഷം സാമ്പത്തികമായി ഉയർച്ച നൽകുന്നു. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം, കടബാധ്യതകൾ തീർക്കാനും പുതിയ ചിട്ടി നിക്ഷേപങ്ങൾ തുടങ്ങിയവയ്ക്കും പറ്റിയ സമയമാണ്. സൂര്യൻ ഉച്ചസ്ഥിതിയിൽ എത്തുന്ന സമയമായതുകൊണ്ട് പുതിയ ബിസിനസ് തുടങ്ങാനും പറ്റിയ സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. അവിട്ട നക്ഷത്രക്കാർക്ക് പുതുവർഷം മികച്ച നേട്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പൂർത്തീകരിക്കുന്നു. കടബാധ്യതകൾ കുറയ്ക്കാൻ അനുകൂല സമയമാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഉണ്ടാകുന്നു. സാമ്പത്തിക സ്ഥിതിയിൽ നേട്ടം കൈവരിക്കുന്നു. അടുത്ത നക്ഷത്രം പുണർദമാണ്. പുണർദ നക്ഷത്രക്കാർക്ക് വിവിധ മേഖലകളിൽ മികച്ച ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നു. ജൂൺ മാസത്തിന് ശേഷം പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സാധിക്കുന്നു. ഇവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നു. മികച്ച നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് പുണർദം നക്ഷത്രക്കാർക്ക് ഈ 2026.
വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രക്കാർക്ക് വർഷത്തിൻ്റെ രണ്ടാം പകുതിയോടുകൂടി ധനപരമായ നേട്ടങ്ങളുണ്ടാകുന്നു. ബിസിനസ് മേഖലയിലുള്ളവർക്ക് മികച്ച നേട്ടങ്ങളുണ്ടാകുന്നു. എല്ലാ മേഖലകളിലും പുതിയ അവസരങ്ങളും അംഗീകാരങ്ങളും ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. മെയ് മാസത്തോടുകൂടി സാമ്പത്തിക നില മെച്ചപ്പെടുന്നു. നിക്ഷേപങ്ങളിൽ നിന്നും ലാഭമുണ്ടാകാനും പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയം കൂടിയാണ്. വർഷത്തിൻ്റെ രണ്ടാം പകുതിയോടുകൂടി വലിയ നേട്ടങ്ങളും പുരോഗതിയും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു.